Hi friends, welcome to Branch Accounts Part 5. Under data system, branches are classified into three. First one, branch that receives goods at cost and sells only for cash. Second one, branch that receives goods at cost but sells both for cash and credit. And finally, third one, branch that receives goods at invoice price or order price and sells both for cash and credit. We have already discussed the first one. Now we are discussing the second point, branch that receives goods at cost and sells both for cash and credit. ഈ കേസിൽ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ച് റിസീവ് ചെയ്യുന്ന ഗുഡ്സ് കോസ്റ്റ് പ്രൈസിലാണ് റിസീവ് ചെയ്യുന്നത്. എന്നാൽ ബ്രാഞ്ച് സെയിൽ നടത്തുന്നത് ക്യാഷിലും ക്രെഡിറ്റിലും സെയിൽ നടത്തുന്നു. ബ്രാഞ്ചിൻ്റെ സെയിൽസ് ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും ഉണ്ട്. ഇൻ സച്ച് കേസസ് ബ്രാഞ്ചസ് കീപ്പ് ഓൺലി എ പെറ്റി ക്യാഷ് ബുക്ക് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ്. ഈ കേസിൽ ബ്രാഞ്ചുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മെയിനായിട്ട് ഒരു പെറ്റി ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡെറ്റേഴ്സ്, ഇതൊക്കെയാണ്. അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ഈ കേസിലും അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് തന്നെയാണ്. ദ ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ആർ ടു ബി ഡെബിറ്റഡ് ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട് ആൻഡ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആർ ടു ബി ക്രെഡിറ്റഡ്. ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ചെയ്യുകയും ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ജേണൽ എൻട്രീസ്. ഫസ്റ്റ് വൺ, ടു ട്രാൻസ്ഫർ ഓപ്പണിംഗ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, ടു റെക്കോർഡ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. Problem number 3. A head office in Pune has a branch at Tana. Goods are sent to branch at a cost where the branch sells both for cash and credit. ഹെഡ് ഓഫീസ് പൂനെയിലാണ്, ബ്രാഞ്ച് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ടാനയിലാണ്. ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് കിട്ടുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. ബ്രാഞ്ച് ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും നടത്തുന്നു. ഗുഡ്സ് ആർ ഓഫൺ ബോട്ട് ഫ്രം ഔട്ട്സൈഡ് ബൈ ദ ബ്രാഞ്ച്. ബ്രാഞ്ച് ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഗുഡ്സ് കൂടാതെ ഔട്ട്സൈഡ് പർച്ചേസ് നടത്തുന്നുണ്ട്. ദ ഫോളോയിങ് റിലേറ്റ് ടു ദ ബ്രാഞ്ച് ഫോർ ദ ഇയർ 2014. 2014 ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുകളാണ് തന്നിരിക്കുന്നത്. ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച് ഡ്യൂറിങ് 2014 rupees 2,40,000. 2014 ഇയറിൽ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് റിസീവ് ചെയ്ത ഗുഡ്സിൻ്റെ കോസ്റ്റ് പ്രൈസ് 2,40,000 ആണ്. ഡയറക്റ്റ് പർച്ചേസ് ബൈ ദ ബ്രാഞ്ച് ₹60,000. ബ്രാഞ്ച് ഔട്ട്സൈഡ് പർച്ചേസ് നടത്തിയിരിക്കുന്ന എമൗണ്ട് 60,000. റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ് 30,000. എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്താനായിട്ട് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന എമൗണ്ട് 30,000 ആണ്. ഫർണിച്ചർ ബോട്ട് ഫോർ ബ്രാഞ്ച് ₹12,000. ബ്രാഞ്ചിന് വേണ്ടി ഫർണിച്ചർ മേടിച്ചിരിക്കുന്നതാണ് ₹12,000. ക്യാഷ് സെയിൽസ് അറ്റ് ബ്രാഞ്ച് ₹2,30,000. ക്രെഡിറ്റ് സെയിൽസ് അറ്റ് ബ്രാഞ്ച് ₹1,80,000. ഇവിടെ ബ്രാഞ്ച് നടത്തിയിരിക്കുന്ന ക്യാഷ് സെയിൽ 2,30,000, ബ്രാഞ്ച് നടത്തിയിരിക്കുന്ന ക്രെഡിറ്റ് സെയിൽ ₹1,80,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം ലെറ്റേഴ്സ് ₹1,65,000. ലെറ്റേഴ്സിൽ നിന്ന് $1,65,000 റിസീവ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1/1/2014 ട്രാൻസ്ഫർ ഫ്രം HO ₹40,000. ഡയറക്റ്റ് പർച്ചേസ് ₹25,000. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കാര്യമാണ് തന്നിരിക്കുന്നത്.
ഇവിടെ സ്റ്റോക്ക് രണ്ട് തരത്തിലുള്ള സ്റ്റോക്കാണുള്ളത്. ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഗുഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് പർച്ചേസ് നടത്തുന്ന ഗുഡ്സ് ഉണ്ട്. രണ്ട് ഗുഡ്സിൻ്റെയും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതാണ് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഫർണിച്ചർ അറ്റ് ബ്രാഞ്ച് ഓൺ 1/1/2014 ₹15,000. ഫർണിച്ചറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വന്നിരിക്കുന്നു. ഡെറ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് ഓൺ 1/1/2014 ₹28,000. ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വന്നിരിക്കുന്നു. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 31st December 2014 ഫ്രം ഹെഡ് ഓഫീസ് ₹20,000. ഡയറക്റ്റ് പർച്ചേസ് ₹16,000. ക്ലോസിംഗ് സ്റ്റോക്കാണ് തന്നിരിക്കുന്നത്. ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ സ്റ്റോക്ക് 20,000 ഉണ്ട്. ഡയറക്റ്റ് പർച്ചേസ് വഴി കിട്ടിയ ഗുഡ്സ് 16,000 സ്റ്റോക്കുണ്ട്. ഡെറ്റേഴ്സ് അറ്റ് ബ്രാഞ്ച് ഓൺ 31st December 2014 ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 43,000 ആണ്. ഫർണിച്ചർ അസ് ഓൺ 31st December 2014 ₹22,000. ഫർണിച്ചറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് വന്നിരിക്കുന്നു. പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലെ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ടാന ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. ടാന ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2014. നമുക്ക് ആദ്യമായിട്ട് ഓപ്പണിംഗ് ബാലൻസുകൾ ടാന ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് എടുത്തെഴുതണം. ഓപ്പണിംഗ് ബാലൻസുകൾ കാണിക്കാനായിട്ട് ടു ബാലൻസ് ബ്രോഡൗൺ എന്ന് വേണം കൊടുക്കാനായിട്ട്. ടു ബാലൻസ് ബ്രോഡൗൺ. ഇവിടെ ഓപ്പണിംഗ് ബാലൻസുകൾ തന്നിരിക്കുന്നത് അസറ്റുകൾ, ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ബ്രാഞ്ച് ഫർണിച്ചർ ഇവയാണ്. ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് സ്റ്റോക്ക് രണ്ട് സോഴ്സിൽ നിന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ട്രാൻസ്ഫേർഡ് ഫ്രം എച്ച്ഒ ഉണ്ട്. ട്രാൻസ്ഫേർഡ് ഫ്രം എച്ച്ഒ ₹40,000. നെക്സ്റ്റ് ഡയറക്റ്റ് പർച്ചേസ് എമൗണ്ട് 25,000. ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ രണ്ട് സോഴ്സിൽ നിന്നുള്ള ഗുഡ്സിന്റെ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതാണ്. അതായത് 40,000 പ്ലസ് 25,000 എമൗണ്ട് 65,000 ആണ്. Then branch debtors. ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. 28,000. നെക്സ്റ്റ് ബ്രാഞ്ച് ഫർണിച്ചർ. ബ്രാഞ്ച് ഫർണിച്ചറിന്റെ ഓപ്പണിംഗ് ബാലൻസ് എടുത്ത് എഴുതുക. 15,000 ആണ്. 15,000. നെക്സ്റ്റ് ഗുഡ്സ് ആൻഡ് ബ്രാഞ്ചിന്റെ പോസ്റ്റിംഗ് ആണ്. ടാന ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് എന്നാണ് എൻട്രി വരുന്നത്. ടു ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് എന്ന് നമുക്ക് പോസ്റ്റ് ചെയ്യാം. ടു ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഗുഡ്സിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്. ക്വസ്റ്റ്യനിൽ എമൗണ്ട് വന്നിട്ടുണ്ട് 2,40,000. നെക്സ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെ രണ്ട് തരത്തിലുള്ള പേയ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഒന്ന് എക്സ്പെൻസ് പേയ്മെന്റ് ആണ്. എക്സ്പെൻസ് പേയ്മെന്റ് ₹30,000. പേയ്മെന്റ് നടത്തുന്നത് ഹെഡ് ഓഫീസ് ആണ്. ബ്രാഞ്ചിന് വേണ്ടി ഹെഡ് ഓഫീസ് ആണ് പേയ്മെന്റ് നടത്തുന്നത്. 30,000. അതുപോലെ തന്നെ ഡയറക്റ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റ് പർച്ചേസ് നടത്തുന്നത് ബാങ്കാണ്. പക്ഷെ അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് പർച്ചേസിന്റെ എമൗണ്ടും കാണിക്കുന്നത്. എമൗണ്ട് 60,000 ആണ്. ഈ രണ്ടുകൂടെ ആഡ് ചെയ്ത് നമുക്ക് എമൗണ്ട് കൊടുക്കാം 90,000.
നമുക്ക് ഇത് രണ്ട് എൻട്രി ആയിട്ട് കൊടുക്കാവുന്നതാണ്. ടു ബാങ്ക് എക്സ്പെൻസ് 30,000, ടു ബാങ്ക് ഡയറക്റ്റ് പർച്ചേസ് 60,000. നെക്സ്റ്റ് ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നതാണ്. ടാന ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് എന്നാണ് എൻട്രി വരുന്നത്. ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ടു ബാങ്ക് എന്നാണ്. ടു ബാങ്ക് ഫർണിച്ചർ പർച്ചേസ്ഡ് എമൗണ്ട് 12,000 ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റിംഗ് നടത്താം. ബൈ ബാങ്ക് ബ്രാഞ്ചിന് മെയിൻ ആയിട്ട് ക്യാഷ് കിട്ടുന്നത് രണ്ട് സോഴ്സിൽ നിന്നാണ്. ഒന്ന് ക്യാഷ് സെയിൽസ് ആണ്. അതുപോലെ തന്നെ ഫ്രം ഡെറ്റേഴ്സ്, ക്യാഷ് സെയിൽസിന്റെ എമൗണ്ട് ഇവിടെ 2,30,000 ആണ്. 2,30,000. ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് 1,65,000 ആണ്. 1,65,000 ആണ്. രണ്ടോട് ആഡ് ചെയ്ത് നമുക്ക് എമൗണ്ട് കൊടുത്തിട്ട് കാണിക്കാം. 3,95,000. നെക്സ്റ്റ് ബ്രാഞ്ച് അസറ്റുകളുടെ ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യണം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ് നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ടിൽ കൊടുക്കേണ്ടത്. ഇവിടെ ഉള്ള അസറ്റുകൾ ബ്രാഞ്ച് സ്റ്റോക്ക് രണ്ട് സോഴ്സിൽ നിന്നാണ് ഉള്ളത്. ട്രാൻസ്ഫേർഡ് ഫ്രം എച്ച്ഒ ഉണ്ട്. ഡയറക്റ്റ് പർച്ചേസ് ഉണ്ട്. ട്രാൻസ്ഫേർഡ് ഫ്രം എച്ച്ഒ, അതായത് ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഗുഡ്സിന്റെ സ്റ്റോക്ക് ക്ലോസിംഗിലുള്ളത് 20,000 ആണ്. ഡയറക്റ്റ് പർച്ചേസ് നടത്തിയ ബ്രാഞ്ച് ഡയറക്റ്റ് ആയിട്ട് ഔട്ട്സൈഡിൽ നിന്ന് പർച്ചേസ് നടത്തിയ ഗുഡ്സിന്റെ വാല്യൂ സ്റ്റോക്കിലുള്ളത് 16,000 ആണ്. രണ്ടോട് ആഡ് ചെയ്ത് 36,000 ഔട്ടർ കോളത്തിൽ കൊടുക്കാം. നെക്സ്റ്റ് ബ്രാഞ്ച് ഡെറ്റേഴ്സ്. അടുത്ത അസറ്റ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് ആണ്. ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് എടുത്ത് എഴുതുക. 43,000 ആണ്. 43,000. നെക്സ്റ്റ് ബ്രാഞ്ച് ഫർണിച്ചർ. അടുത്ത അസറ്റ് ബ്രാഞ്ച് ഫർണിച്ചർ ആണ്. ബ്രാഞ്ച് ഫർണിച്ചറിന്റെ ക്ലോസിംഗ് ബാലൻസ് 22,000. ഇപ്പൊ നമുക്ക് എല്ലാ എൻട്രീസും ബ്രാഞ്ച് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അക്കൗണ്ട് ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. ടാന ബ്രാഞ്ച് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ വന്നിട്ടുള്ളത്. 4,96,000 ആണ്. 4,96,000. ഡെബിറ്റ് സൈഡിൽ ഈ ടോട്ടൽ എടുത്ത് എഴുതുക. ഇവിടെ ടാന ബ്രാഞ്ച് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കൂടുതൽ വന്നിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് ചെയ്യുന്നത്. ടു ബി ആൻഡ് എൽ അക്കൗണ്ട്. ബാലൻസ് ഫിഗർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹെഡ് ഓഫീസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. നോമിനൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോഫിറ്റിനെയാണ്. ഇവിടെ ബാലൻസ് ഫിഗർ ആയിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് 46,000 ആണ്. 46,000. ഇനി നമുക്ക് പോസ്റ്റിങ്ങുകൾ ഒന്നുകൂടെ നോക്കാം. ഓപ്പണിംഗ് ബാലൻസുകൾ ടു ബാലൻസ് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞ് എടുത്തെഴുതിയിരിക്കുന്നു. സ്റ്റോക്ക് മാത്രം രണ്ട് സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത്. ട്രാൻസ്ഫേർഡ് ഫ്രം എച്ച്ഒ, ഡയറക്റ്റ് പർച്ചേസ്. മറ്റ് ഓപ്പണിംഗ് അസറ്റുകളുള്ളത് ബ്രാഞ്ച് ഡെറ്റേഴ്സ് ഉണ്ട്, ബ്രാഞ്ച് ഫർണിച്ചർ ഉണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ആണ് എടുത്തെഴുതിയിരിക്കുന്നത്. ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് 2,40,000.
ടു ബാങ്ക് അക്കൗണ്ട് എക്സ്പെൻസ് പേയ്മെന്റ് നടത്തിയിരിക്കുന്നത് ഡയറക്റ്റ് പർച്ചേസിന് വേണ്ടി മുടക്കിയിരിക്കുന്ന എമൗണ്ട്. ടു ബാങ്ക് ഫർണിച്ചർ പർച്ചേസ് ചെയ്തതാണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് ബ്രാഞ്ചിന് ക്യാഷ് കിട്ടുന്ന രണ്ട് സോഴ്സിൽ നിന്നാണ്. ഒന്ന് ക്യാഷ് സെയിൽസ്, രണ്ട് ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ്. ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ ക്ലോസിംഗ് ബാലൻസുകളാണ് ഇവിടെയുള്ളത്. ബ്രാഞ്ച് സ്റ്റോക്ക് രണ്ട് സോഴ്സിൽ നിന്നാണ്. ട്രാൻസ്ഫർ ഫ്രം എച്ച്ഒ, ഡയറക്റ്റ് പർച്ചേസ് രണ്ടും കൂടെ ആഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ബ്രാഞ്ച് ഫർണിച്ചർ. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ക്രെഡിറ്റ് ബാലൻസ് ആണ് അക്കൗണ്ട് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് ബാലൻസ് കൂടുതലുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കൂടുതൽ വന്നിരിക്കുന്നുണ്ട്. ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ചെയ്തിരിക്കുന്നു. ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് P&L അക്കൗണ്ടിലേക്കാണ്. ഹെഡ് ഓഫീസിന്റെ P&L അക്കൗണ്ടിലേക്കാണ്. പ്രോഫിറ്റ് ആണ് 46,000 ആണ് പ്രോഫിറ്റ് വരുന്നത്. ഇപ്പോൾ ആൻസേഴ്സ് ഒന്നുകൂടി നോക്കാം. ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോ ഡൗൺ, ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ബ്രാഞ്ച് ഫർണിച്ചർ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എമൗണ്ടുകൾ തന്നെയാണ്. ബ്രാഞ്ച് സ്റ്റോക്ക്, ട്രാൻസ്ഫർ ഫ്രം എച്ച്ഒയും ഡയറക്റ്റ് പർച്ചേസിൻ്റെ എമൗണ്ടും ആഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ടു ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കിട്ടിയിരിക്കുന്ന കോസ്റ്റ് പ്രൈസാണ് തന്നിരിക്കുന്നത്. ടു ബാങ്ക് ഡയറക്റ്റ് പർച്ചേസിന് വേണ്ടി ബ്രാഞ്ച് മുടക്കിയ എമൗണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻസ് പേയ്മെൻറ്റിന് വേണ്ടി മുടക്കിയ എമൗണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ടു ബാങ്ക് ഫർണിച്ചർ പർച്ചേസ് ചെയ്ത എമൗണ്ട് ആണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് അക്കൗണ്ട് ക്യാഷ് സെയിൽസ് 2,30,000, ഫ്രം ഡെറ്റേഴ്സ് 1,65,000. ക്യാഷ് സെയിൽസ് നിന്ന് കിട്ടിയ എമൗണ്ട് തന്നിരിക്കുന്നു. ഫ്രം ഡെറ്റേഴ്സ് ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ട് ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടിയ ക്യാഷാണ്. ബൈ ബാലൻസ് ബ്രോ ഡൗൺ ബ്രാഞ്ച് സ്റ്റോക്ക് രണ്ട് സോഴ്സിൽ നിന്നുള്ളതാണ്. ഫ്രം എച്ച്ഒ ഡയറക്റ്റ് പർച്ചേസ് രണ്ടും ആഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ബ്രാഞ്ച് ഫർണിച്ചറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ടു P&L അക്കൗണ്ട് ബാലൻസിങ് ഫിഗർ ആണ്. ബ്രാഞ്ച് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെബിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നു. പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഹെഡ് ഓഫീസിൻ്റെ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. Thank you for watching this video.